നമസ്കാരം. വെള്ളം കുടിക്കണം എന്നാണ് എല്ലാവരും നിർദ്ദേശിക്കുക അല്ലേ? പ്രത്യേകിച്ച് വേനലുമായി. അപ്പോൾ വെള്ളം കുടിക്കൽ കൂടുതലാക്കണമെന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ പുറകെ വരികയും ചെയ്യുന്നു. എന്നാൽ ഇതാ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ കൂടി, അതായത് കൂടുതൽ വെള്ളം കുടിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാമെന്ന നിലയിലേക്കാണ് എല്ലാ കാര്യങ്ങളുടെയും പോക്ക്. ഇത് വെറുതെ പറയുന്നതല്ല, സംഭവിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. 3 മക്കളുടെ പിതാവായിട്ടുള്ള വ്യക്തി മരിച്ചത് അമിതമായ അളവിൽ വെള്ളം കുടിച്ചിട്ടെന്നാണ് കോടതിയിലെത്തിയിരിക്കുന്ന മൊഴി. ഹോസ്പിറ്റലിലെ സാധാരണ പരിശോധനയ്ക്ക് ശേഷം അമിതമായ അളവിൽ വെള്ളം കുടിക്കാൻ നിർബന്ധിതനായ ഡുബ്ലിൻ സ്വദേശി ഷോൺ ഒ ഡോണൽ എന്ന 59-കാരനാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ മൂലം മരണമടഞ്ഞത്. വൈദ്യശാസ്ത്രപരമായി ഹൈപ്പോനാട്രാമിയ എന്ന് അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത്. കുംഫു ഇതിഹാസം ബ്രൂസ്ലി മരണമടഞ്ഞതും ഇതേ രോഗാവസ്ഥ മൂലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിലും അമിതമായ അളവിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് പൊടുന്നനെ കുറയാൻ ഇടയാക്കും. ശരീരകോശങ്ങളിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയത്തിന്റെ അളവ് ഒരു പരിധിക്കപ്പുറം കുറഞ്ഞാൽ അത് ശരീരകോശങ്ങൾക്കുള്ളിലും അതിനു ചുറ്റുമായും ജലം അടിഞ്ഞുകൂടാൻ ഇടയാക്കും. ഇത് കോശത്തിൽ വീക്കത്തിന് ഇടയാക്കും. ഏറ്റവും അപകടകരമായ നിലയിലെത്തുന്നത് മസ്തിഷ്കത്തിലാണ്. തലയോട്ടിയാൽ ശക്തമായി ചുറ്റപ്പെട്ടിരിക്കുന്ന മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം വികസിക്കാൻ പറ്റില്ല. 1 മണിക്കൂറിൽ 1.4 ലിറ്റർ വെള്ളമോ അതല്ലെങ്കിൽ 4 പിൻറ്റുകളോ കഴിച്ചാൽ മസ്തിഷ്കം ഈ അവസ്ഥയിൽ എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹൈപ്പോനാട്രേമിയ ബാധിച്ച 4 പേരിൽ ഒരാൾ വീതം മരണപ്പെടുന്നു എന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 2020 ജനുവരിയിൽ സാധാരണ ചികിത്സയ്ക്ക് ഡുബ്ലിനിലെ സെയിന്റ് വിൻസെന്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഒ ഡോണലിനെ ചികിത്സയ്ക്ക് ശേഷം ധാരാളം വെള്ളം കുടിക്കുന്നതിന് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് ഡുബ്ലിനിലെ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇയാൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നു എന്നത് ജീവനക്കാർ നിരീക്ഷിച്ചില്ല. അതേ ദിവസം രാത്രി 7 മണിയോടെ അയാൾ മരിക്കുകയും ചെയ്തു. കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് സമ്മതിച്ച ആശുപത്രി അധികൃതർ ഒ ഡോണലിന്റെ കുടുംബത്തിന് 29,500 പൗണ്ട് നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു. ഒരാളിൽ എത്രമാത്രം വെള്ളം കുടിച്ചാൽ ഹൈപ്പോനാട്രാമിയ ബാധിക്കാമെന്നത് ഓരോരോ വ്യക്തികളെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും അമേരിക്കയിലെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നൽകുന്ന നിർദ്ദേശം മണിക്കൂറിൽ 1.4 ലിറ്ററിലധികം വെള്ളം കുടിക്കരുത് എന്നാണ്. ഇത് വെള്ളത്തിന് മാത്രമല്ല, ദ്രാവക രൂപത്തിലുള്ള എന്തിനും ബാധകമാണ്. മാരത്തോൺ താരമായിട്ടുള്ള ഡേവിഡ് റോജേഴ്സ് എന്ന 22-കാരൻ 2007 ലണ്ടൻ മാരത്തണിനിടയിൽ അമിതമായ അളവിൽ വെള്ളം കുടിച്ചതുകൊണ്ട് മരണമടഞ്ഞിരുന്നു. കുങ്ഫു ഇതിഹാസം ബ്രൂസ്ലി മരണമടഞ്ഞതും അമിതമായ അളവിൽ വെള്ളം കുടിച്ചത് കൊണ്ടാണെന്നാണ് ഗവേഷകർ കരുതുന്നത്. 1973 ഹോങ്കോങ്ങിൽ വെച്ച് തന്റെ 32-ാം വയസ്സിലായിരുന്നു അദ്ദേഹം മരണമടയുന്നത്. മസ്തിഷ്ക വീക്കമായിരുന്നു മരണകാരണം. എന്നാൽ അന്ന് ഡോക്ടർമാർ അതിന് കാരണമായി പറഞ്ഞത് വേദന സംഹാരികളുടെ ഉപയോഗമായിരുന്നു. അടുത്തിടെ ഇതുമായി നടത്തിയ ചില പഠനങ്ങളാണ് ബ്രൂസ്ലി അമിതമായ അളവിൽ വെള്ളം കുടിച്ചിരിക്കാമെന്ന അനുമാനത്തിൽ എത്തിച്ചത്. നന്ദി.